വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ പ്രിയങ്ക ഗാന്ധി MP നാടിന് സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് 28 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയത്. വികാസ് വിഷൻ 2040 ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന സമഗ്ര വികസന പദ്ധതി കനൽ വെളിച്ചം. ഗോത്രവിഭാഗം കുട്ടികൾക്കുള്ള അനുമോദനവും പൊതുസമ്മേളനവും നടത്തി. പരിപാടി പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ. ലഹരി സംഘത്തിന് തടയിടുവാൻ നിലമ്പൂരിൽ മാരത്തോൺ സംഘടിപ്പിച്ച പോലീസും. മാരത്തോണിൽ ആവേശത്തോടെ അണിചേർന്ന് നാട്ടുകാർ. വീടിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു. കാളികാവ് പൂങ്ങോട് മിച്ചഭൂമിയിൽ ചെമ്പ്രപ്പറമ്പിൽ രാജുവാണ് മരിച്ചത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു തീപിടുത്തം. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. വയനാട് MP ആയിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അനുവദിച്ച 28 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ ഷെൽട്ടർ നാടിന് സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധി MP ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന, വൈസ് പ്രസിഡന്റ് നിർമ്മല തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. വികാസ് വിഷൻ 2040 ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന സമഗ്ര വികസന പദ്ധതി കനൽ വെളിച്ചം ഗോത്രവിഭാഗം കുട്ടികൾക്കുള്ള അനുമോദനവും പൊതുസമ്മേളനവും നടത്തി. നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. വികാസ് വിഷൻ 2040 പദ്ധതി രാജ്യത്തിന് മാതൃകയാണെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ഓരോ പഞ്ചായത്തുകളിലും മാതൃക സ്കൂളുകൾ ഒരുക്കി കുട്ടികളുടെ പഠനത്തിനും കഴിവുകൾ വികസിപ്പിക്കുവാനും പ്രാധാന്യം നൽകുന്നത് മാതൃകാപരമാണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ പഠനത്തിന് നൽകുന്ന പിന്തുണ അഭിനന്ദനാർഹമാണെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. വിജയത്തിൽ കുട്ടികൾക്ക് അഭിമാന ബോധം ഉണ്ടാകണമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 2 മക്കളുടെ അമ്മയായ തനിക്ക് SSLC +2 പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളും വിജയവും എത്ര കഠിനകരമാണെന്ന് അറിയാം. അതിനായി അമ്മമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അറിയാം. മാഞ്ചേരി ഉൾവനത്തിൽ ചോലനായ്ക്കരെ കാണുവാനായി ഏറെ പ്രയാസപ്പെട്ടാണ് പോയത്. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവർ സ്കൂളുകളിൽ പോയി പഠിച്ച് വിജയിച്ചത് എന്ന് മനസ്സിലാക്കണം. ഈ വിജയത്തെ ചെറുതായി കാണരുത്. പഠനത്തിനും തൊഴിലിനുമായി പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും വേരുകൾ മറക്കരുതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.
മനുഷ്യകുലത്തിന് അടിസ്ഥാനമായ സംസ്കാരങ്ങളും മൂല്യങ്ങളുമാണ് നിങ്ങളുടേത്. പ്രകൃതിയെയും മൃഗങ്ങളെയും സംരക്ഷിക്കുകയും സ്ത്രീയെയും പുരുഷനെയും തുല്യരായി കാണുകയും ചെയ്യുന്ന സംസ്കാരം സംരക്ഷിക്കണം. സംസ്ഥാന ബജറ്റിൽ വയനാടിനായി പ്രഖ്യാപിച്ച ട്രൈബൽ സർവകലാശാല ഏറെ പ്രതീക്ഷ പകരുന്നതാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പ്രിയങ്ക ഗാന്ധി വിതരണം ചെയ്തു. ചടങ്ങിൽ MLA ആര്യടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. PV അബ്ദുൾ വഹാബ് MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാംബ്ര, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NA കരീം, അഡ്വക്കേറ്റ് ജോസ്മി P തോമസ്, റഹിയാനത്ത് കുർമാടൻ, നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, VA കരീം, CH ഇക്ബാൽ, A ഗോപിനാഥ്, പാലോളി മെഹബൂബ്, ITDP പ്രൊജക്ട് ഓഫീസർ SS സുധീർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KP രാജേഷ്, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുമാർ, വികാസ് വിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, കീസ്റ്റോൺ ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് നിലമ്പൂർ RRTക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ ടൊയോട്ടോ ഹൈലക്സ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. പ്രിയങ്ക ഗാന്ധി MP ആണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. ഏത് ഭൂപ്രദേശത്തും അതിവേഗതയിൽ എത്തുവാൻ കഴിയുന്ന ഓഫ് റോഡ് വാഹനം 53 ലക്ഷം രൂപ ചെലവിലാണ് ലഭ്യമാക്കിയത്. ഇതേ വാഹനവും 1,34 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും മുൻപ് വയനാട് RRTക്കും CSR ഫണ്ട് മുഖേന പ്രിയങ്ക ഗാന്ധി MP നൽകിയിരുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷം സങ്കീർണമാണെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, ആര്യടൻ ഷൗക്കത്ത് MLA, നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ G, നോർത്ത് DFO ധനീഷ് കുമാർ IFS, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റർ അനീഷ സിദ്ദീഖ് എന്നിവർ. നിലമ്പൂരിൽ ഇന്ന് വിവിധ യോഗങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു. കരകൗശല വിഭാഗം തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികളുമായുള്ള അവലോകന യോഗം, അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ ആദിവാസി മേഖലയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകന യോഗം, ഇവയിലെല്ലാം പ്രിയങ്ക ഗാന്ധി MP ഇന്ന് പങ്കെടുത്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും AP അനിൽകുമാർ, റവന്യൂ മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും ഈ യോഗത്തിലും സന്നിധരായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കടത്തിന് തടയിടുവാൻ മാരത്തോണുമായി പോലീസും. നിലമ്പൂർ പോലീസാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഈ മാരത്തോണിൽ ആവേശത്തോടുകൂടി നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്തും അണിചേർന്നു. ഈ കാലാവസ്ഥയെ പോലും തിരവലികരിച്ചുകൊണ്ട് ഈ വഴിക്കാരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ, നിയമപാലകരും സാമൂഹ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാരും എല്ലാം ചേർന്നൊരുക്കും മാരത്തോണാണ്. ഈ വാഹനത്തിൽ നിലമ്പൂരിന്റെ വീഥികൾക്ക് ആവേശം പകർന്ന് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ചന്തക്കുന്നിൽ സമാപിച്ചു. ലഹരി സംഘങ്ങളെ ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന സന്ദേശവുമായി നടത്തിയ മാരത്തോണിൽ നിരവധി പേർ പങ്കാളികളായി. ആര്യടൻ ഷൗക്കത്ത് MLA മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. ഈ പറയുന്ന മയക്കുമരുന്നിനെ ആട്ടിയോടിക്കാൻ വേണ്ടിയുള്ള തൂഫാനാണിത്. ഈ തൂഫാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിന്തുണക്കുന്നത്. അതിന് രാഷ്ട്രീയമില്ല, മതജാതി ഭേദമില്ല, മുഴുവൻ ആളുകളും. മോഹൻലാലാണ്, നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാലാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയ അതിവേഗം നമുക്ക് വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് പണ്ടൊക്കെ നമ്മളിങ്ങനെ കാണും പത്രത്തിൽ 3 ഗ്രാം പിടിച്ചു, അല്ലെങ്കിൽ 5 ഗ്രാം പിടിച്ചു, അതിനുള്ള ശിക്ഷ. എവിടെയാണ് ഇതിന്റെ സോഴ്സ്? അത് ബാംഗ്ലൂർ ആവട്ടെ, പഞ്ചാബ് ആവട്ടെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വഴികളാവട്ടെ, എവിടെയാണെങ്കിലും ആ സോഴ്സിൽ പോയി ഇത് മുഴുവൻ ഇല്ലാതെയാക്കും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് UDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നിലമ്പൂർ SHO BS ബിനു അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ്, നോർത്ത് DFO P ദിനേഷ് കുമാർ, DYSP വിശ്വംഭരൻ, നിലമ്പൂർ SI ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. വീടിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു. കാളികാവ് പൂങ്ങോട് മിച്ച ഭൂമിയിലെ ചെമ്പ്രപ്പറമ്പിൽ രാജുവാണ് മരിച്ചത്.
രാജു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 1 മണിക്ക് ശേഷമായിരുന്നു സംഭവം. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. രാജു ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. തൊട്ടടുത്തുള്ള സ്ഥലത്ത് രാത്രി പന്ത് കളി കണ്ടുകൊണ്ടിരുന്ന യുവാക്കളാണ് തീയണച്ചത്. ഉണക്കുന്നതിനു വേണ്ടി വീട്ടിലെ അടുപ്പിന് മുകളിൽ വെച്ച വിറകിൽ തീ പിടിച്ചതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാജു കിടന്നിരുന്ന മുറിയുടെ മേൽക്കൂര കത്തി അമർന്ന് കട്ടിലിൽ വീണ നിലയിലായിരുന്നു. ആളുകൾ ഓടിക്കൂടി എത്തിയപ്പോൾ രാജു വീട്ടുമുറ്റത്ത് പൊള്ളലേറ്റ് വീണ് കിടക്കുകയായിരുന്നു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വീണ്ടും വാർത്തകളിലേക്കാണ്. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമര ഭടന്മാരെ ആദരിച്ചു. വണ്ടൂരിൽ നടന്ന പരിപാടി പാലക്കാട് മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് KP ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ
AKG, EMS, O രാജഗോപാൽ. പക്ഷേ AKG EMSനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു 10-12 ദിവസത്തിനുള്ളിൽ തന്നെ അവർ സ്വമേധയാ വിട്ടയച്ചു. പക്ഷേ O രാജഗോപാലിന് വിട്ടയച്ചില്ല. അന്നും ഇവർക്ക് ഇവിടെയല്ല കൂറ്, റഷ്യയിലാ കൂറ്. റഷ്യ ഭരിക്കുന്ന അന്നത്തെ റഷ്യൻ പ്രസിഡന്റും ഈ ഇന്ദിരാഗാന്ധിയുമുള്ള അന്തർധാരയിൽ കൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ വിട്ടയച്ചു. അവർക്ക് ചെറിയ ചെറിയ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ ഭാരതീയ ജനസംഘത്തിന് യാതൊരു സ്വാതന്ത്ര്യവും കൊടുത്തില്ല. O രാജഗോപാൽജിനെ തടവറയിൽ വെച്ചു. K രാമൻപിള്ള തടവറയിൽ പോവാതെ നമ്മുടെ സംഘടനാ കാര്യങ്ങൾ കൊണ്ടു നടന്നു. ഒരു ദിവസം രാവിലെ ഒരു ചായ ഒരു വീട്ടിൽ നിന്ന് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ആ ഭക്ഷണം കിട്ടുക വേറെ ഏതെങ്കിലും ഒരു വീട്ടിലോ. അങ്ങനെ വീടുകൾ മാറി മാറി നടന്നുകൊണ്ട് വലിയ കഠിനമായ രീതിയിൽ ആ പ്രയാസത്തിൽ ജീവിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരേ ഒരു സംഘടന ഭാരതീയ ജനസംഘമാണ്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം KC വേലായുധൻ, മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ജില്ലാ ഭാരവാഹികളായ അജി തോമസ്, ഗിരീഷ് പൈക്കാടൻ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ അഖിൽ സായി, തുളസീദാസ് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറിയാട് WIC ഹൈസ്കൂളും ഗ്രേസ് പബ്ലിക് സ്കൂളും സംയുക്തമായി ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വണ്ടൂർ ഗാന്ധി സ്ക്വയറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം ഭരണകൂടം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഈ മയക്കുമരുന്നിനെതിരെ പോരാടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇന്ത്യയിലും ലോകങ്ങളിലും എല്ലാം നമുക്ക് നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇന്നിത്. നമ്മുടെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, വയനാട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് അധ്യാപകർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ചാരായത്തിൻ്റെ ബോട്ടിലുകളാണ്. ഇന്നലെ സംഭവിച്ച സംഭവങ്ങളാണത്. ഇത് നമ്മുടെ ഇടയിൽ സുലഭമായിട്ട് ഈ സംഭവം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് ഗ്രേസ് സ്കൂൾ മാനേജ്മെൻറ്റും അവിടുത്തെ അധ്യാപകരും എല്ലാവരും വിദ്യാർത്ഥികളടക്കം ഒത്തൊരുമിച്ച് ഇതിനെതിരെ മുന്നോട്ട് വന്നതിൽ എനിക്കധികം മനോഹരമായ സന്തോഷമുണ്ട്. ഗ്രേസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ നാസർ മേച്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ലഹരി ഇല്ലാത്ത ജീവിതം, ആരോഗ്യകരമായ സമൂഹം എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. WIC മാനേജർ CH സക്കറിയ, PTA പ്രസിഡന്റ് മുഹമ്മദ് അലി മച്ചിങ്ങൽ, ഗ്രേസ് പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മിസ്ഹബ് ബഷീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥി ചെയിൻ, ലഹരി വിരുദ്ധ ദിന സന്ദേശ പ്രഭാഷണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, സംഗീത ശില്പം എന്നിവയും സംഘടിപ്പിച്ചു. JRC കൗൺസിലർ T ശോഭനകുമാരി, കോർഡിനേറ്റർ CP റിഷാന, WIC ഹെഡ്മിസ്ട്രസ് N ഷംല, അധ്യാപകരായ PC ഷെബിൻ യാസിർ, K ഉവൈസ്, KC മുഹമ്മദ്, ഫർഹാൻ, M ഷമീം, AP റിഷാന, P സബ്ന, M തസ്നീം, ദീപ്തി, ഉമ്മുസൽമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഞാനാണ് ലഹരി, ഒരുപാട് രൂപത്തിലലയുന്ന ലഹരി, നിങ്ങളെ ദുരിതപ്പെടുപാടിലാഴ്ത്തുന്ന ലഹരി, ഒരുപാട് രൂപത്തിലലയുന്ന ലഹരി, നിങ്ങളെ ദുരിതപ്പെടുപാടിലാഴ്ത്തുന്ന ലഹരി. പ്രജ്ഞയിൽ വിഷധൂളി കേറ്റിച്ചുമർത്യന്റെ ചിത്തം മുഴുവൻ വിഴുങ്ങുന്നവൻ, വർണ്ണാഭമായൊരു കരളിൽ ഗരം കേറ്റി സപ്തവർണ്ണങ്ങളും മായ്ക്കുന്നവൻ, വരമഞ്ഞൾ മെഴുകാതെ സുമുഖന്റെ വദനത്തിൽ കടുമഞ്ഞ വർണ്ണം പരത്തുന്നവൻ, അർബുദക്കരിനാഗ ദംശത്താൽ നിങ്ങളെ നോവിച്ച് നരകിച്ചു കൊല്ലുന്നവൻ, അർബുദക്കരിനാഗദംശത്താൽ നിങ്ങളെ നോവിച്ച് നരകിച്ചു കൊല്ലുന്നവൻ. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതി പ്രകാരം സൗജന്യ ശ്രവണ സഹായി വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഇനിയും അടുത്ത വർഷവും നമ്മൾ ഇതേമാതിരി പദ്ധതികൾ വെച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കായി നേരത്തെ സംഘടിപ്പിച്ച പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ തെരഞ്ഞെടുത്ത 36 ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം പകരുന്നതിനുമായി 4,16,000 രൂപയാണ് ഈ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹുൽ ഹമീദ്, നിഷ കെ മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാലൻ, KV സിന്ധു, സഫിയ, ICDS സൂപ്പർവൈസർമാരായ M അഭിനിത, KT ഹസ്ന എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ പ്രിയങ്ക ഗാന്ധി MP നാടിന് സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് 28 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയത്. വികാസ് വിഷൻ 2040 ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന സമഗ്ര വികസന പദ്ധതി കനൽ വെളിച്ചം. ഗോത്രവിഭാഗം കുട്ടികൾക്കുള്ള അനുമോദനവും പൊതുസമ്മേളനവും നടത്തി. പരിപാടി പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ. ലഹരി സംഘത്തിന് തടയിടുവാൻ നിലമ്പൂരിൽ മാരത്തോൺ സംഘടിപ്പിച്ച് പോലീസും. മാരത്തോണിൽ ആവേശത്തോടെ അണിചേർന്ന് നാട്ടുകാർ. വീടിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റയാൾ മരിച്ചു. കാളികാവ് പൂങ്ങോട് മിച്ചഭൂമിയിൽ ചെമ്പ്രപ്പറമ്പിൽ രാജുവാണ് മരിച്ചത്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു തീപിടുത്തം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,